നമസ്കാരം, ഞാൻ ഉളപ്പമണ്ണവന വിഷ്ണു നമ്പൂതിരി. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുകയാണ്. ഇന്ന് തികച്ചും വ്യത്യസ്തമായൊരു എപ്പിസോഡാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പഞ്ചാംഗമൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളുടെ മാറ്റം നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച കാര്യമാണ്. പക്ഷേ ഈ ഗ്രഹം മാറ്റം സംഭവിക്കുന്ന സമയത്ത് മീനമാസത്തിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഇന്ന് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും ഒരുപോലെയല്ല യോഗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുമ്പോൾ ചില ആളുകൾക്ക് മറ്റു രീതിയിലുള്ള ഭാഗ്യങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്രകാരം നമുക്ക് ചിന്തിക്കുമ്പോൾ ഓരോ നക്ഷത്രക്കുറുകാർക്കും ഏതൊക്കെ രീതിയിലാണ് മീനമാസത്തിൽ ഭാഗ്യം വരാൻ സാധ്യത എന്നുള്ളത് കൂടി ഈ എപ്പിസോഡിൽ പരിശോധിക്കാൻ നമ്മൾ പോവുകയാണ്. ഇപ്പോഴുള്ള ഗ്രഹനിലയെക്കുറിച്ചൊക്കെ പല എപ്പിസോഡിലായിട്ട് നമ്മൾ സൂചിപ്പിച്ചു. പ്രധാന ഗ്രഹമാറ്റം എന്ന് പറയുന്നത് ശനിയുടെയും വ്യാഴത്തിന്റെയും മാറ്റം തന്നെയാണ്. മീനമാസത്തിൽ ശനിയാണ് രാശി മാറുന്നത്. അതായത് മീനം 15ഓടുകൂടി ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുകയാണ്. വ്യാഴൻ രാശി മാറാൻ ഇനിയും സമയമുണ്ട്. ഈ ശനിയുടെ രാശിമാറ്റം നടക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് പ്രത്യേകതകൾ സംഭവിക്കാൻ പോകുന്നു. അതിൽ തന്നെ ധനഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത്രനാളും പറഞ്ഞത് കണ്ടശനി, ഏഴശനി, ജന്മശനി, അഷ്ടമശനിയൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു. അതായത് പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിച്ചു പോകണം എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കാണും. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് സൗഭാഗ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെ കുറിച്ചാവുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടി ഇതിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എപ്രകാരമാണ് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടാൻ സാധ്യത എന്നുള്ളത് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് അവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി പറയേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ജാതക നിരൂപണം എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും. പക്ഷെ പൊതുഫലത്തില് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജാതകം നോക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തില് മീനം 30-ാം തീയതി വരെ നടക്കാൻ സാധ്യതയുള്ള ശുഭഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതിനുമുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരുപാട് ആളുകൾ പലതരത്തിലുമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. നമ്മുടെ പ്രേക്ഷകരാണ് നമ്മുടെ ചാനലിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് ഇപ്രകാരം ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. എന്റെ വീഡിയോസുകൾ തുടർച്ചയായി കണ്ടുള്ള ആളുകൾക്കറിയാം, ഞാൻ ഈ രീതിയിലല്ല സാധാരണ വീഡിയോ ചെയ്യുക. വളരെ വേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകും. ചില ആളുകൾക്കെങ്കിലും അത് പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരം വളരെ ശാന്തമായി ഈ കാര്യങ്ങൾ നിങ്ങളെടുത്ത് അവതരിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഇപ്രകാരം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിരന്തരമായി ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസുകൾ ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് പലപ്പോഴായി പറഞ്ഞൊരു കാര്യമാണ്. എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഡെയിലി വീഡിയോസുകൾ ഏതാനും ദിവസങ്ങളായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ആ കൂടെ തന്നെ കഴിവതും ഡെയിലി വീഡിയോസുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതുമായിരിക്കും. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേരിട്ട് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയക്കാം. അപ്രകാരം അയക്കുന്ന സന്ദേശങ്ങൾ പരിഗണിച്ച് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കുന്നതിനുള്ള ഒരു സമയം ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം, മാർച്ച് 15-ാം തീയതി മീനമാസം തുടങ്ങി. ഏപ്രിൽ മാസം 13-ാം തീയതി വരെയാണ് മീനമാസം ഉള്ളത്. ഏപ്രിൽ 13 മീനം 30-ാം തീയതി ആയിട്ട് വരുന്നു, അഥവാ സംക്രമ ദിനമാണ്. ഇനി നമുക്ക് മേടക്കുറുകാരുടെ നക്ഷത്ര ഫലത്തിലേക്ക് വരാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗവും വരുന്ന മേടക്കുറ്, ഈ നക്ഷത്രക്കുറുകാർക്ക് പൊതുവിൽ ഈ സമയം വളരെയേറെ ഭാഗ്യമുള്ള ഒരു സമയമാണ്. നിലവിൽ കണ്ടശനിയൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അതോടൊപ്പം തന്നെ മീനമാസത്തിൽ മഹാഭാഗ്യ യോഗം ഈ നക്ഷത്രക്കുറുകാർക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇത് എപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ലളിതമായി സൂചിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരു നക്ഷത്രരാശിയുടെ 12-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകും. അതായത് നിലവിൽ അവരുടെ കയ്യിലുള്ള പല മൂല്യവസ്തുക്കളും കൊടുക്കേണ്ടുന്ന സാഹചര്യം, അല്ലെ വിൽക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുതന്നെയാണ്
ഇപ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ ചതുർഗ്രഹ യോഗം, അതായത് വളരെ പ്രധാനപ്പെട്ട 3-4 ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ ശക്തി ആർജിച്ച ഒരു ശുഭഗ്രഹ യോഗം ഈ നക്ഷത്രക്കൂറുകാർക്ക് ലഭിക്കുന്നുണ്ട്. നഷ്ടപ്പെടുന്നതിനേക്കാൾ ശുഭകരമായ വസ്തുക്കൾ ലഭിക്കാനുള്ള യോഗമാണത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് പുതിയ വസ്തുക്കൾ വാങ്ങാനും പുതിയ സാഹചര്യങ്ങളിലേക്ക് മാറാനുമൊക്കെയുള്ള മഹാഭാഗ്യയോഗമാണ് ഈ നക്ഷത്രക്കൂറുകാർക്കുള്ളത്. ഇതില് ചില ആളുകൾ ജീവിതം എപ്പോഴും മെച്ചപ്പെടണമെന്ന് കരുതി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അവരെപ്പോഴും പഴമകളിൽ നിന്ന് പുതുമകളിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകൾക്ക് ഈ സമയം വളരെ ശുഭകരമായിരിക്കും. പഴയ വസ്തുക്കൾ വിറ്റിട്ട് പുതിയ വസ്തുക്കൾ വാങ്ങുക, പഴയ ഭവനത്തിൽ നിന്ന് പുതിയൊരു ഭവനത്തിലേക്ക് മാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ശ്രമിച്ചാൽ മീനമാസത്തിൽ മേടക്കൂറുകാർക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില വസ്തുവകളൊക്കെ വീണ്ടെടുക്കാനുള്ള യോഗവും ഈ സമയത്ത് മേടക്കൂറുകാർക്ക് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. മീനമാസത്തിന്റെ തുടക്കം മുതൽ മീനമാസം അവസാനം വരെ ഇത്തരത്തിലുള്ളൊരു യോഗം ഈ നക്ഷത്രക്കൂറുകാരുടെ കൂടെയുണ്ട്. ചതുർഗ്രഹ യോഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ആദിത്യനാണ്, രണ്ടാമത്തേത് ബുധനാണ്, മൂന്നാമത്തേത് ശുക്രനാണ്, നാലാമത്തേത് രാഹുവാണ്. ഈ 4 ഗ്രഹങ്ങൾ ഒരുമിച്ചാണ് മീനൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് ഇവർക്കുണ്ടായിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരു മാറ്റം വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല വിവാഹാലോചനകൾ വരും. സൗഹൃദങ്ങളിലൂടെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടും. സമ്മാനാദികൾ വാങ്ങാനും കൊടുക്കാനും ഒക്കെ യോഗങ്ങൾ ഉണ്ടാകും. മാത്രവുമല്ല, ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുന്ന ഒരു കാലയളവായിട്ടാണ് മേടക്കൂറുകാർക്ക് ഈ സമയം വന്നു ചേരുന്നത്. അതുകൊണ്ട് മീനമാസത്തെ നക്ഷത്രഫലം മേടക്കൂറുകാർക്ക് ഒരുപാട് അനുകൂലമാണ് എന്ന് പറയാം. എന്നാൽ ചില ആളുകൾക്കെങ്കിലും ഒരു ആശങ്ക ഉണ്ടാകും. മീനം 15ഓടുകൂടി ശനി കുംഭക്കൂറിൽ നിന്ന് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ 7 ശനിയുടെ ഒരു തുടക്കം മേടക്കൂറുകാർക്ക് വരുന്നില്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഒരുപാട് ശുഭയോഗങ്ങളോടുകൂടിയാണ് മേടക്കൂറുകാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് 7 ശനി വന്നാലും കാര്യമായ ദോഷഫലങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ അത്യപൂർവമായിട്ട് ചില ആളുകൾക്കെങ്കിലും ചില പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഒരേ നക്ഷത്രക്കാരിൽ ചില ആളുകൾ വളരെ സൗഭാഗ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ അതേ നക്ഷത്രക്കാരിൽ തന്നെ വളരെ ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. അവരവരുടെ പ്രായം, അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി, ജീവിത സാഹചര്യങ്ങൾ എന്നിവ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ജാതകത്തിൽ മഹാഭാഗ്യയോഗമുള്ള ആളുകൾക്ക് ഈ മീനമാസം സൗഭാഗ്യങ്ങളുടെ ഒരു മാസമായിരിക്കും. ജാതകത്തിൽ വളരെ ദോഷങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മദോഷങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു മാസമായിരിക്കും. അതായത് മോശം അവസ്ഥകളിൽ നിന്ന് മുക്തി പ്രാപിക്കാനും ശുഭാവസ്ഥയിലേക്ക് എത്താനും സാധിക്കുന്ന യോഗം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമ്പോൾ നിലവിൽ ശുഭയോഗമുള്ള ആളുകൾക്ക് മഹാഭാഗ്യയോഗം സംഭവിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ വളരെ ലളിതമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങൾ വരും ദിനങ്ങളിൽ തീർച്ചയായിട്ടും സംസാരിക്കുന്നതായിരിക്കും. മേടക്കൂറുകാർക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ, അതായത് അവരവരുടെ നക്ഷത്രഫലം അനുസരിച്ച് അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ ചോദിച്ചാൽ കഴിവതും വരുന്ന എപ്പിസോഡുകളിൽ അതിന് മറുപടി തരാൻ വേണ്ടി ശ്രമിക്കുന്നതുമായിരിക്കും. ഇനി ഇടവക്കൂറുകാരെ കുറിച്ചാണ്. കാർത്തികയുടെ അവസാനത്തെ 40 നാഴിക, രോഹിണി, മകീരത്തിന്റെ ആദ്യ പകുതി. ഈ 3 നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടശനി നടക്കുന്നുണ്ട്. പക്ഷെ മീനമാസത്തിൽ പകുതിക്ക് ശേഷം ഈ നക്ഷത്രക്കൂറുകാരുടെ ദോഷഫലങ്ങൾ പൂർണ്ണമായും മാറി ശുഭഫലങ്ങളാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം, കണ്ടശനി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മീനമാസത്തിൽ ശുഭഫലം വന്നാലും ആ സംഭവിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മാറിപ്പോകണമെന്നില്ല. എങ്കിലും അത്തരം ദോഷങ്ങളൊക്കെ കുറഞ്ഞ് ശുഭത കൈവരിക്കാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് കഴിയുന്ന മാസമാണ് മീനമാസം. നിലവിൽ കണ്ടശനിയൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് കൃത്യമായ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് കാര്യമായിട്ട് കണ്ടശനി ബാധിക്കില്ല. അപ്രകാരമുള്ള ആളുകൾക്ക് മീനം 15-ന് ശേഷം മഹാഭാഗ്യയോഗം നേടാൻ കഴിയും. വ്യാഴം ഈ നക്ഷത്രരാശിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് യോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുക, അതുപോലെ തന്നെയാണ് സർഗാത്മകമായ കഴിവുകളിലൂടെ പേരും പ്രശസ്തിയും നേടാൻ കഴിയുക. വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കാൻ കഴിയും. അതിൽ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം.
വ്യാഴത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ആത്മീയമായിരിക്കുന്ന ഗുണങ്ങളാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ആത്മീയ തലത്തിൽ സഞ്ചരിക്കാനുള്ള യോഗഭാഗ്യങ്ങൾ ഈ നക്ഷത്രപ്രവർത്തകർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മീനമാസത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് കുറച്ചും കൂടി ശുഭകരമായി വരാൻ സാധ്യതയുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ്. അതില് ധനപുരോഗതിയെക്കുറിച്ച് കൂടുതലും ആളുകൾ ചോദിക്കാറുണ്ട്. ഇടവക്കൂറുകാരുടെ ധനപുരോഗതി എന്ന് പറയുന്നത് ഇവര് ചെയ്യുന്ന തൊഴിലിലൂടെ ധനപുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെട്ട സമയമായിട്ട് മീനമാസം മാറും. അതിലുപരിയായിട്ട് വീടെടുക്കാനുള്ള ചില യോഗങ്ങൾ, യാത്രാനുഭവങ്ങൾ, ഇവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടാൻ കഴിയുക, നല്ല ഒരു ഗുരുവിനെ ലഭിക്കുക, ഇതിനൊക്കെ പ്രാധാന്യമുള്ള ഒരു സമയമായിട്ട് മീനമാസത്തെ കാണാം. നമുക്കറിയാം, ജീവിതം ഏറ്റവും നന്നായി മാറുന്നതിന് പിന്നിൽ ഗുരുക്കന്മാർക്ക് വളരെ പ്രാധാന്യമുണ്ട്. നല്ലൊരു ഗുരുവിനെ ലഭിച്ചാൽ നമ്മൾ പഠിക്കുന്ന ഏതൊരു കാര്യവും മനോഹരമായിട്ട് പഠിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ നല്ലൊരു ഗുരുവിനെ ലഭിക്കണമെങ്കിൽ ഒരു യോഗം വേണം. അത്തരത്തിൽ ഒരു യോഗ ഭാഗ്യം വരുന്ന സമയമായിട്ട് മീനമാസം ഇടവക്കൂറുകാർക്കും മാറുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം മീനമാസം വളരെ ശുഭകരമാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ അതിന് ഒരു യോഗം വേണം. കൂടുതലും അപ്രകാരമുള്ള യോഗങ്ങൾ ധനികരായിരിക്കുന്ന ആളുകൾക്കാണ് ഉണ്ടാകുക. ഇത്തരത്തില് ധനികരായിരിക്കാനുള്ളൊരു യോഗം ഈ നക്ഷത്രക്കൂറുകാർക്ക് വരുന്നുണ്ട്. ഇനി വ്യാഴം ഈ നക്ഷത്ര രാശിയിൽ നിന്ന്, അതായത് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറിയാൽ ധനപുരോഗതിയും സൗഭാഗ്യവും തന്നെയാണ് ഈ നക്ഷത്രക്കൂറുകാർക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും സൗഭാഗ്യമായിട്ട് തന്നെയാണ് ഇവരുടെ സമയം ഇനി മുന്നോട്ട് കാണുന്നത്. അതിൽ മീനമാസത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും കാണുന്നത് എന്നുള്ളതാണ്. മീനം 15 വരെ ഇവർക്ക് കുറച്ച് കഷ്ടമുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറി വളരെ നല്ലതായിട്ട് മാറും എന്ന് തന്നെയാണ് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത്. നിരവധി ആളുകൾക്ക് ആശങ്കകളുണ്ട്. അതായത് ശനിയൊക്കെ മാറും, എന്തെങ്കിലും സംഭവിക്കുമോ, വ്യാഴം മാറിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെ. ചില ആളുകൾ പറയും ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമുക്കറിയാം, ഓരോ ഗ്രഹങ്ങളും മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് മനുഷ്യ ജീവിതത്തിലും പ്രകൃതിക്കും ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് വളരെ കൃത്യമായി വിലയിരുത്തിയാണ് ജ്യോതിഷത്തിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മളല്ല, പൂർവികരായിരിക്കുന്ന ആചാര്യന്മാരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കൃത്യമായി ഗ്രഹിച്ച് മനസ്സിലാക്കി ഇതിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രവചനമായിട്ട് ഇതിനെ കാണേണ്ടതില്ല. ജ്യോതിഷം പഠിക്കുന്ന ഏതൊരാൾക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ അതിൽ വിശകലനം ചെയ്ത് പറയുന്ന രീതികളിലും അറിവിലുമൊക്കെ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇടവക്കൂറുകാരും ആശങ്കപ്പെടേണ്ടതില്ല. മീനമാസം ഇവർക്ക് കൂടുതൽ ശുഭഫലങ്ങൾ നൽകും. ഇവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മീനം 15-ന് ശേഷം നേടാൻ കഴിയും. ഇപ്പോൾ തന്നെ അതിനുള്ള ഒരു ഒരുക്കത്തിലാണ് ഈ നക്ഷത്രക്കൂറുകാരെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് മിഥുനക്കൂറുകാരെ കുറിച്ചാണ്. മകീരത്തിന്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ 45 നാഴികയും ചേരുന്ന നക്ഷത്രക്കൂറുകാരെ കുറിച്ച് പറയുമ്പോൾ സ്ഥാനചലനം സംഭവിക്കാൻ പോകുന്നു. അതായത് നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് ജീവിതം മാറാൻ പോകുന്ന ഒരു സമയമാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഏറ്റവും ശുഭകരമായിരിക്കുന്ന ജീവിത കാലയളവായിട്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് മീനമാസം മാറും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മീനം 15 വരെ കൂടുതൽ ശുഭഫലങ്ങളാണ് ഈ നക്ഷത്രക്കൂറുകാർക്ക് കാണുന്നത്. എന്നാൽ മീനം 15-ന് ശേഷം കണ്ടശനി തുടങ്ങുന്നുണ്ട്. വ്യാഴക്ഷേത്രത്തിലേക്ക് ശനി പ്രവേശിച്ചാലും കാര്യമായ ദോഷഫലങ്ങളില്ല. അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് വരാൻ പോകുന്ന കണ്ടശനി കാര്യമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളുടെ തന്നെ ജീവിതാനുഭവങ്ങളിലൂടെ വിലയിരുത്തേണ്ടുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മളൊക്കെ ജ്യോതിഷം പറയുന്ന സമയത്ത് ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മുടെ തന്നെ ജീവിതാനുഭവങ്ങളിലൂടെ വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, അത് നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കുന്നത്. മിഥുനക്കൂറുകാർക്ക് ഏത് രീതിയിലാണ് ധനം ഉണ്ടാവാൻ സാധ്യത? ധനം കർമ്മരൂപേണയാണ് ഉണ്ടാവാൻ സാധ്യത. നിലവിൽ ശുക്രനും ബുധനും ഒക്കെ കർമ്മഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൊഴിൽ രംഗത്ത് അറിയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരുവിധം എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ സമയത്ത് ഉയർച്ച ഉണ്ടാവും. അതുകൊണ്ട് തൊഴിൽ പുരോഗതി തീർച്ചയായിട്ടും ഈ സമയത്ത്, പ്രത്യേകിച്ച് മീനമാസത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും രീതിയിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ പ്രാർത്ഥന ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയാകും. ധനപുരോഗതി എന്തായിരുന്നാലും ഈ മാസത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൊഴിലൂടെ തന്നെയാണ്
ധനപുരോഗതി എന്നാണ് നക്ഷത്രഫലത്തിലൂടെ കാണുന്നത്. ഇനി നമുക്ക് കർക്കിടകൂറുകാരുടെ നക്ഷത്രഫലം നോക്കാം. പുണർദത്തിന്റെ അവസാനത്തെ 15 അഴികെ പൂയമായില്യം. ഈ 3 നക്ഷത്രക്കാർക്കും മീനമാസം ഭാഗ്യമാസമായി മാറാൻ പോകുന്നു. ഈ നക്ഷത്രക്കൂറുകാരുടെ ഭാഗ്യസ്ഥാനത്ത് ശുഭഗ്രഹങ്ങൾ പ്രവേശിച്ച് ചതുർഗ്രഹ യോഗത്തിലൂടെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ശുഭാനുഭവങ്ങൾ നേടാൻ കഴിയുന്നതായിട്ടാണ് നക്ഷത്രഫലത്തിലൂടെ കാണുന്നത്. അതിൽ എടുത്തു പറയേണ്ടത്, വാഹനമില്ലാത്ത ആളുകൾക്ക് വാഹനം വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി ലഭിക്കുക, ജീവിതത്തിൽ പുതിയ മാർഗങ്ങൾ തെളിയുക, വീട് വെക്കാൻ സാധിക്കുക തുടങ്ങി സന്തോഷം നിറഞ്ഞ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ മീനമാസത്തിൽ കഴിയുന്നതായിട്ടാണ് കർക്കിടകൂറുകാരുടെയും നക്ഷത്രഫലം കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഒട്ടുമിക്ക ആളുകൾക്കും ഗുണഫലങ്ങളാണല്ലോ മീനമാസത്തിൽ പറയുന്നതെന്ന്. അപ്രകാരമല്ല, ചില നക്ഷത്രക്കൂറുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് മറ്റ് നക്ഷത്രഫലം കൂടി പറയുന്നത് കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും. കർക്കിടകൂറുകാർക്ക് പൊതുവിൽ അഷ്ടമശനിയൊക്കെ മാറാൻ പോവുകയാണ്. മീനം 15ഓടുകൂടി അഷ്ടമശനി മാറും. അതുകൊണ്ട് തന്നെ ശാരീരിക ക്ലേശങ്ങൾ കുറഞ്ഞിരിക്കും. ഭാഗ്യസ്ഥാനത്ത് ശുഭഗ്രഹങ്ങളുടെ യോഗം വരുമ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യരൂപേണ ധനമുണ്ടാകുമെന്നാണ് പറയുക. ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ ലോട്ടറി അടിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കർക്കിടകൂറുകാർക്ക് മീനമാസ ഫലം ശുഭകരമായിട്ട് തന്നെ കാണുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ചിങ്ങക്കൂറുകാരുടെയാണ്. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ 15 അഴിക. ഈ നക്ഷത്രക്കൂറുകാർക്ക് കണ്ടശനി ഉണ്ട്. മീനം 15ഓടുകൂടി കണ്ടശനി മാറും. എന്നാൽ ഈ നക്ഷത്രക്കൂറുകാരുടെ അഷ്ടമഭാവത്തിലേക്കാണ് ചില ഗ്രഹങ്ങൾ പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് ശനി അഷ്ടമത്തിലേക്ക് പോകും. അപ്പോൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് അഷ്ടമശനി തുടങ്ങി. എന്നാൽ വ്യാഴത്തിന്റെ സാന്നിധ്യം ഈ നക്ഷത്രക്കൂറിന്റെ കർമ്മസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ ദോഷങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്രകാരമുള്ളൊരു മാസമായിട്ടാണ് മീനമാസം ഈ നക്ഷത്രക്കൂറുകാർക്ക് വരുന്നത്. മീനം 15-ന് ശേഷം മീനം 30 വരെയുള്ള സമയത്താണ് ആരോഗ്യകാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കണ്ടശനിയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്നുള്ളത്, അത് ഏത് രീതിയിലാണ് ഓരോ ആളുകളെയും ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം മീനമാസത്തിൽ. എന്നാൽ തൊഴിൽപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈശ്വരാധീനം ഉണ്ട് എന്ന് കാണുന്നു. അതൊരു വലിയ കാര്യമാണ്. പുതിയ ജോലി ലഭിക്കുക, ജോലിയിൽ ഉയർച്ച ഉണ്ടാകുക, സംഗീതാദി കലകളിലും മറ്റ് കലാമേഖലയിലുമൊക്കെ ശോഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മാസമായിട്ട് ചിങ്ങക്കൂറുകാർക്ക് മീനമാസത്തെ കാണാം. കണ്ടശനിയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കാലത്തും നല്ല ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെ ഒരു സമയമായിട്ട് മീനമാസത്തെ കണ്ടാൽ മതി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിയമകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന ഒരു മാസമായിട്ടാണ് മീനമാസം ചിങ്ങക്കൂറുകാർക്കും വരുന്നത്. ഇനി കന്നിക്കൂറുകാരുടെ ഫലമാണ് നോക്കുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഭാഗ്യമുള്ളൊരു സമയമാണ് ഇപ്പോൾ. അതിലെടുത്തു പറയേണ്ടത്, ഈശ്വരാധീനം വളരെ കൂടുതലുള്ളൊരു സമയമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്. വ്യാഴം ഈ നക്ഷത്രരാശിയുടെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. ഒരാളുടെ ജാതകം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈശ്വരാധീനം ഉണ്ടോ എന്നുള്ള പരിശോധിക്കുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി നോക്കാറുണ്ട്. അപ്രകാരം വ്യാഴ ദൃഷ്ടിയോടുകൂടിയാണ് ഈ നക്ഷത്രക്കൂറുകാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം പറയാൻ. അതായത് എല്ലാ രീതിയിലുമുള്ള ദൈവാധീനം ഈ നക്ഷത്രക്കൂറുകാർക്ക് ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇവിടെ മീനമാസത്തെ ഫലം പരിശോധിക്കുമ്പോൾ മീനം 15-ാം തീയതി വരെ ശുഭഫലങ്ങളും മീനം 15-ന് ശേഷം മീനം 30 വരെയുള്ള സമയങ്ങളിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടും കാണുന്നു. അതിൽ എടുത്തു പറയേണ്ടത്, ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമകാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കണം. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ വളരെ സൗമ്യമായിട്ട് ഇടപഴകാനും സ്നേഹത്തോട് പെരുമാറാനൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ ചെയ്താലും കുറ്റാരോപണം ഈ സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും കഴിവതും ദോഷഫലങ്ങൾ കുറയാനുള്ള പ്രാർത്ഥന ചെയ്ത് മുന്നോട്ട് പോയാൽ മീനമാസത്തെ നല്ലൊരു മാസമാക്കി മാറ്റാൻ ഈ നക്ഷത്രക്കൂറുകാർക്കും സാധിക്കും. നിലവിൽ ഈശ്വരഭാഗ്യം വളരെ കൂടുതലാണെങ്കിലും കണ്ടശനി വരാൻ പോകുന്നു. മീനം 15-ന് ശേഷം വളരെ ശ്രദ്ധിക്കണം. മാത്രവുമല്ല, വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ, അതായത് മെയ് 14-ാം തീയതിയോടുകൂടി വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറും. ആ സമയത്ത് ഇവർക്ക് ദേവദൃഷ്ടി കുറയും. മെയ് 14-ന് ശേഷമാണ് ഇവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ദേവപ്രീതികളുകൊണ്ട് കുഴപ്പമില്ല. കണ്ടശനി തുടങ്ങിയാലും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു. മീനമാസത്തെ ഫലമാണെങ്കിലും ഇതൊക്കെ പറയുന്നത് കണ്ടശനി വരുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും വിഷമിക്കും. അപ്രകാരം വിഷമിക്കേണ്ട എന്നുള്ളത് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
സമയദോഷമുള്ളത് തിരിച്ചറിയുന്നത് നല്ലതാണ്. തിരിച്ചറിഞ്ഞാൽ നമുക്ക് പരമാവധി ആ പ്രയാസങ്ങൾ മറികടക്കാൻ കഴിയും. അതുകൊണ്ടാണ് അപ്രകാരം പറയുന്നത്. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ വലിയ ദോഷം മീനമാസത്തിൽ കന്നിക്കൂറുകാർക്കും കാണുന്നില്ല. അതിന് കാരണം ശുക്രൻ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. നമുക്കറിയാം, ഏത് ഗ്രഹം 7ൽ സഞ്ചരിച്ചാലും ആ ഗ്രഹത്തിന്റെ ദൃഷ്ടി ഈ രാശിയിലേക്ക് ഉണ്ടാകും. അപ്രകാരം ചിന്തിക്കുമ്പോൾ ശുക്രന്റെയും ബുധന്റെയും ആദിത്യന്റെയും സർപ്പത്തിന്റെയും ഒക്കെ ദൃഷ്ടി കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ട്. എങ്കിലും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമായിട്ട് മീനം 15-ന് ശേഷമുള്ള സമയത്തെ കാണണം എന്ന് സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടാവും, അതിനകത്ത് വിഷമിക്കേണ്ടതില്ല. വലിയ രാജയോഗമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇപ്പോൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചെടുക്കാനും സാമ്പത്തിക കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറി കുറച്ചുകൂടെ നന്നായിട്ട് മുന്നോട്ട് പോകാനുമൊക്കെയുള്ള യോഗം ഈ സമയത്ത് ഈ നക്ഷത്രക്കുറുകാർക്കുണ്ട്. മീനമാസം അത്ര കണ്ട് ദോഷകരമായി ബാധിക്കില്ലെന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്താൻ സാധിക്കും. ഇനി തുലാക്കുറുകാരെ കുറിച്ചാണ്. ചിത്രയുടെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ 45 നാഴിക. ഈ 3 നക്ഷത്രക്കാർക്കും മീനമാസത്തിൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ഖണ്ഡശനിയില്ല, ഏഴശനിയില്ല, ജന്മശനിയില്ല, ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത്. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ കൊണ്ട് ശത്രുത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ ധന ഇടപാടുകളൊക്കെ ചെയ്യുന്നുവെങ്കിൽ നിയമകാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകുന്നതിനും അതോടൊപ്പം ദാനധർമാദികളൊക്കെ ചെയ്ത് പുണ്യകർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാനുമൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. അപ്രകാരമൊക്കെ ചെയ്താൽ ധനനഷ്ടം ഉണ്ടാവാതിരിക്കും. ചില ആളുകൾ ചോദിക്കും, ഖണ്ഡശനിയും ഏഴശനിയൊക്കെ വരുമ്പോഴല്ലേ ധനനഷ്ടം ഉണ്ടാകുക എന്നുള്ളത്. അപ്രകാരമല്ല, ചില ഗ്രഹങ്ങൾ ചില സ്ഥാനത്ത് നിന്നാലും അപ്രകാരം സംഭവിക്കും. ഉദാഹരണത്തിന് ഈ നക്ഷത്രക്കൂറിന്റെ 6ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് ഈ രാശിയുടെ അധിപനാണ്. അതായത് തുലാൻ രാശിയുടെ അധിപനാണ് ശുക്രൻ. അത് 6ൽ നിന്നാൽ ധനപരമായ കാര്യങ്ങൾ കൊണ്ട് ശത്രുത ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അവർ ചെയ്യുന്ന തൊഴിലിലൂടെ ചില ശത്രുതകളൊക്കെ ഉണ്ടാവും. നമുക്കറിയാം, കലാരംഗത്ത് ശോഭിക്കാൻ കഴിവും വേണം, ഭാഗ്യവും വേണം. അതുപോലെ ശത്രുത ഉണ്ടാവാതിരിക്കാനുള്ള പ്രാർത്ഥന ആ രംഗത്ത് കൂടുതൽ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗ്യം നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ശത്രുദോഷങ്ങൾ ഇല്ലാതിരിക്കാനുള്ള പ്രാർത്ഥനയും ചെയ്തു പോകണം. അതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന തുലാക്കുറുകാർ ചെയ്യേണ്ടത്. എന്നാൽ ഇവർക്ക് മറ്റ് മേഖലകളിൽ ശോഭിക്കാൻ കഴിയും. മറ്റെല്ലാ ബിസിനസ് രംഗത്തും ശുഭഫലങ്ങളാണ് കൂടുതലും കാണുന്നത്. ശുക്രൻ കലയെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ശുക്രൻ ധനത്തിന്റെയും കൂടെ കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ശുക്രൻ നിലവിൽ ഇപ്പോൾ മീനക്കൂറിൽ സഞ്ചരിക്കുകയാണ്. എന്നാൽ അവിടേക്ക് ശനി കൂടി വരുന്നതോടുകൂടി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ബിസിനസ്സിലൊക്കെ ഒരുപാട് പണം മുടക്കിയിട്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കരുതിയാലും ഇടയ്ക്ക് സ്റ്റക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ നല്ല പ്രാർത്ഥന ചെയ്ത് മുന്നോട്ട് പോകാം. എല്ലാ ആളുകൾക്കും അങ്ങനെ വരണമെന്നില്ല. ജാതകത്തിലെ ഗ്രഹനില പ്രകാരം ദോഷങ്ങളില്ലാത്ത ആളുകൾക്ക് ഈ സമയത്തും ശുഭഫലങ്ങൾ ഉണ്ടാകും. എന്നാൽ ജാതകത്തിലും ശുക്രന്റെ സ്ഥാനം അശുഭസ്ഥാനത്താണെങ്കിൽ ശനി 6ലേക്ക് വരുന്നതോടുകൂടി അത്ര കണ്ട് ശുഭകരമല്ലാത്ത കാര്യങ്ങളായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാകുക. അതുകൊണ്ട് ധന ഇടപാടുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റു ഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും. ശാരീരിക ക്ലേശങ്ങൾ കുറഞ്ഞിരിക്കും. സന്താനങ്ങളെ കൊണ്ട് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. യാത്രകൾ ഉണ്ടാകും. എന്നാലും മീനമാസം 15-ന് ശേഷം എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് തുലാക്കുറുകാരുടെ നക്ഷത്രഫലമായിട്ട് കാണുന്നത്. ഇനി വ്യാഴമൊക്കെ രാശി മാറുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് നല്ല ഫലങ്ങൾ ഇവർക്ക് ഉണ്ടാകും, ഭാഗ്യമൊക്കെ ഉണ്ടാകും. അതിനെക്കുറിച്ച് പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. വരും ദിനങ്ങളിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും സൂചിപ്പിക്കും. ഇനി വൃശ്ചികക്കൂറുകാരുടെ ഫലമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വൃശ്ചികക്കൂർ എന്ന് പറയുന്നത് വിശാഖത്തിന്റെ അവസാനത്തെ 15 അനിഴവും തൃക്കേട്ടയും ചേരുന്ന നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കൂറുകാരുടെ ഫലം പറയുമ്പോൾ ശുഭഫലങ്ങളാണ് കൂടുതലും കാണുന്നത്. മീനമാസത്തിൽ ഒരുപാട് ഭാഗ്യം ഇവർക്ക് വരാൻ പോകുന്നുണ്ട്. ഇവർ വിചാരിക്കുന്ന ഏതൊരു കാര്യവും ഈ മാസത്തിൽ ഇവർക്ക് നേടാൻ കഴിയുമെന്നാണ് കാണുന്നത്. എന്ന് കരുതിയാൽ ചന്ദ്രനെ പോകണമെന്ന് വിചാരിച്ച് ചന്ദ്രനെ പോകാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? നമ്മൾ വിചാരിക്കുന്നതിന് ഒരു പരിമിതിയൊക്കെ വേണ്ടേ? അവരവരുടെ സാഹചര്യം അനുസരിച്ചിട്ടും അതുപോലെ തന്നെ കഴിവനുസരിച്ചിട്ടും ഉള്ള ഉയർച്ച അവരവർക്ക് ഉണ്ടാവും നമ്മൾ പറയും. നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് അതിനനുസരിച്ച് ജോലി കിട്ടും. ദൂരയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയും അതോടൊപ്പം അതിന് പരിശ്രമിക്കുകയും ചെയ്താൽ ആ കാര്യം സാധിക്കും. അങ്ങനെയൊക്കെയാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരിക്കലും ഞാൻ പരിശ്രമിക്കില്ല. ജോലി കിട്ടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കർമ്മരൂപേണ കൂടുതൽ ഫലം ലഭിക്കുന്ന മാസമായിട്ട് മീനമാസം
വൃശ്ചികക്കൂറുകാർക്ക് മാറും. നിലവിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് മാറാൻ പോവുകയാണ്. മീനം 15-ന് ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാറുമ്പോൾ കണ്ടശനി മാറി, പിന്നെ ദോഷഫലങ്ങളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈശ്വരാനുഗ്രഹം ഇവർക്ക് വളരെ കൂടുതലുമാണ്. അതാണ് ഇവരെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത്. എനിക്ക് തോന്നുന്നു 12 നക്ഷത്രക്കാർക്ക് കണ്ടശനിയുണ്ട്. അതിൽ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കൂറുകാർക്ക് കണ്ടശനി കാര്യമായിട്ട് ബാധിച്ചിരിക്കാൻ സാധ്യതയില്ല. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ദേവപ്രീതിയാണ് ഈ സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉള്ളത് എന്നുള്ളതാണ്. ആ ദേവപ്രീതി തുടർന്ന് പോവുകയാണ്. അതല്പം കുറയുന്നത് മെയ് 14-ന് ശേഷമായിരിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാ കാര്യങ്ങളും ശുഭകരമായി ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും കർമ്മദോഷങ്ങളൊക്കെ അവരവരുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ദേവകർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ദേവകർമ്മങ്ങൾ ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുക. ദേവകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യുക. അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥന ചെയ്താൽ മതി. ഇനി ക്ഷേത്ര ദർശനങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. അതൊക്കെ അവരവരുടെ വിശ്വാസപ്രകാരം ചെയ്യുന്നതിൽ തെറ്റില്ല. എന്തായിരുന്നാലും കണ്ടശനി മാറുന്നതിന് മുന്നോടിയായിട്ട് ഒരു പരീക്ഷണം ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകും. അത് മീനം 15-ാം തീയതി വരെയേ ഉള്ളൂ. ആ സമയം വരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മുന്നോട്ടേക്ക് ഇവർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മീനമാസത്തിൽ വീട്, സന്താനം, യാത്ര തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ ഭാഗ്യം ഈ നക്ഷത്രക്കൂറുകാർക്ക് വരാൻ പോകുന്നുണ്ട്. അതുപോലെ വിവാഹം നടക്കാത്ത ആളുകൾക്ക് മംഗളകരമായിട്ടുള്ള വിവാഹം വരാനുള്ള സമയമാണ്. അതും ഈ മീനമാസത്തിൽ തന്നെ ശുഭകരമായിട്ട് ഭവിക്കും എന്നുള്ളതാണ്. ജോലിയിലും ഉയർച്ച ഉണ്ടാകും. എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് കൂടുതൽ ശുഭഫലങ്ങളായിരിക്കും കാണുക. പക്ഷെ മീനം 15 വരെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് കാണുന്നു. ഇനി ധനുരാശിക്കാരെ കുറിച്ചാണ്. ധനുരാശിക്കാർക്ക് മീനം 15-ന് ശേഷം കണ്ടശനി തുടങ്ങും. അതുകൊണ്ട് അതിൻ്റെതായുള്ള ചില വിഷമങ്ങളുണ്ട്. എന്നാൽ മീനമാസത്തിൽ ധനപുരോഗതി ഉണ്ടാവുന്ന നക്ഷത്രക്കാരിൽ ധനക്കുറവരുണ്ട്. ഭാഗ്യരൂപേണ ധനം വരാം. ഇവരുടെ ഭവനത്തിലേക്ക് ശുഭകാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് നടക്കും. കേന്ദ്രഭാവങ്ങൾ നമ്മൾ പറയും, അതായത് ഒരു രാശിയുടെ കേന്ദ്രഭാവത്തിലൊക്കെ ശുഭഗ്രഹങ്ങൾ നിന്നാൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാകും. ആ രീതിയിൽ 4-ാം ഭാവം ഒരു കേന്ദ്രഭാവമാണ്, ആരുടെ സ്ഥാനമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ചതുർഗ്രഹ യോഗമൊക്കെ ഉണ്ടാകുന്നത് കൂടുതൽ നല്ലതാണ്. പക്ഷെ കണ്ടശനി മീനം 15-ന് ശേഷം തുടങ്ങും. ആ സമയത്ത് കുറച്ച് ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകാം. എന്നാൽ വ്യാഴം ഇടവക്കൂറിൽ നിന്ന് മിഥുനക്കൂറിലേക്ക് മാറുന്ന സമയത്ത്, അതായത് മെയ് 14-ന് ശേഷം ഇവരുടെ കഷ്ടപ്പാടുകൾ വളരെ കുറഞ്ഞിരിക്കും. അങ്ങനെയെങ്കിൽ കുറച്ച് നാളുകൾ മാത്രമേ ഇവർക്കൊരു പരീക്ഷണം ഉണ്ടാകുകയുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നേരെയായിട്ട് വരും. സാമ്പത്തിക കാര്യങ്ങളും വീടിന്റെ കാര്യങ്ങളും യാത്രകളും എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ശുഭഫലങ്ങൾ തന്നെയാണ് മീനമാസത്തിൽ വരാൻ പോകുന്നതായിട്ട് കാണുന്നത്. കണ്ടശനിയുടെ കാഠിന്യം ഏതെങ്കിലും നക്ഷത്രക്കൂറുകാർക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ അത് ഏത് രീതിയിലാണ്, എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രാർത്ഥന ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ വരുമ്പോൾ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. എല്ലാ മനുഷ്യർക്കും കണ്ടശനിയും ഏഴശനിയും ജന്മശനിയും ഒക്കെ ഉണ്ടാവും, അതായത് ആയുസ്സുള്ള ആളുകൾക്ക്. അതുകൊണ്ട് അത് സാധാരണ ഒരു സംഭവം മാത്രമാണ്. പക്ഷെ ഈ കാലങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോഴാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ജീവിതം കടന്നു പോകുന്നത്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ആ ഒരു കാലയളവ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതായിട്ടാണ് കൂടുതലും കാണുന്നത്. പിന്നെ അപൂർവം ചില ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും. നമുക്കറിയാം, ആയുസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. അത് പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നക്ഷത്രഫലത്തിൽ വരില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ജാതകം നോക്കിയാൽ ഏകദേശം മനസ്സിലാക്കാം. ജാതകം നോക്കിയാലും ഒരു ആചാര്യൻ ഒരിക്കലും അവരുടെ ആയുസ്സൊന്നും ഇപ്പൊ പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ എന്നാലും വരാനിരിക്കുന്ന കാലങ്ങളിൽ എപ്പോഴെങ്കിലും ദോഷ സമയം ഉണ്ടെങ്കിൽ ആ കാലയളവിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളൊക്കെ പറഞ്ഞു തരും, നമ്മളോലും അറിയാണ്ട്. അല്ലെങ്കിൽ നമ്മളോട് പറയും, ഈ ഒരു സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന പ്രാർത്ഥന ചെയ്ത് പോകണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് ജാതകം നോക്കുമ്പോൾ പറയുക. എന്തായിരുന്നാലും ധനുക്കുറുകാർക്ക് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. വ്യാഴ ക്ഷേത്രത്തിലേക്ക് ശനി പ്രവേശിച്ചാൽ ദോഷഫലങ്ങൾ കുറയുമെന്നും പറയാറുണ്ട്. ക്ഷേത്രപ്രദേശമകലം ചിന്തനെന്നാണ് നമ്മൾ പറയുക. അതായത് ഒരു ക്ഷേത്രരാശി പോലെയാണ് മീനൻ രാശി. ധനുക്കൂറും വ്യാഴക്ഷേത്രം തന്നെയാണ്. പക്ഷെങ്കിലും മീനൻ രാശി ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭസ്ഥാനമാണ്. അതുകൊണ്ടാണ് ആ സ്ഥാനത്തേക്ക് ശുഭഗ്രഹങ്ങൾ വരുന്നത് നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി മീനമാസത്തിൽ ഈ നക്ഷത്രക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് ദേവകർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം.
മുതിർന്നവരോട്, പ്രായമായ ആളുകളോട്, അതായത് അച്ഛനമ്മമാര്, ഗുരുക്കന്മാര്, ഇവരോടൊന്നും തന്നെ മോശമായിട്ട് പെരുമാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം വ്യാഴം മറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ ശാപമുണ്ടാകും. പിന്നീട് എത്ര പരിശ്രമിച്ചാലും ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നും വരും. അതുപോലെ പല ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് മാതാപിതാക്കളോടോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോടൊന്നും മോശമായിട്ട് പെരുമാറാൻ പാടില്ല എന്ന് പറയുന്നത്. വ്യാഴത്തിന്റെ രാശിമാറ്റം വരാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഇതൊക്കെ മാറും, നല്ല ഫലങ്ങൾ വരും. പക്ഷെ ആ സമയം വരെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകണം. മെയ് 14-നാണ് വ്യാഴം രാശി മാറുന്നത്. എന്തായാലും മീനമാസത്തിൽ വലിയ ദോഷങ്ങൾ കാണുന്നില്ല. നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടാകും. അത് ഇവരുടെ ഭവനവുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. നിലവിൽ വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ സാധിക്കും. അതുപോലെ വാഹനം വാങ്ങാനും വീട് വാങ്ങാനും സാധിക്കും. ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഈ സമയത്ത് നടക്കാൻ പോവുകയാണ്. സന്തോഷമായിട്ടിരിക്കാം ധനുക്കുറുകാർക്ക്. ഇനി കയ്യിലൊരു പഞ്ചാംഗമുണ്ട്, പറയേണ്ടത് നോക്കിപ്പോയതാണ്. അതിലൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. എല്ലാം ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ ഓർത്ത് പറയുന്നതാണ്. കാരണം എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുകയും നോക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രഹനിലയെക്കുറിച്ചുള്ളൊരു ധാരണയുണ്ടാവും. നിലവിൽ ഓരോ ദിവസത്തെയും ഗ്രഹനില നോക്കി വെച്ചിട്ടാണ് സംസാരിക്കുക. അപ്രകാരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് മകരക്കുറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. മകരക്കൂർ എന്ന് പറയുന്നത് ഉത്രാടത്തിന്റെ അവസാനത്തെ 40 ഞാഴികയും തിരുവോണവും അവിട്ടത്തിന്റെ ആധിപതിയുമാണ്. ഈ നക്ഷത്രക്കൂറുകാർക്ക് മീനമാസ ശുഭഫലങ്ങൾ നൽകുന്നു. പല രീതിയിലും ശുഭകാര്യങ്ങൾ സംഭവിക്കും. അതിൽ എടുത്തു പറയേണ്ടത് യാത്രകൾ ധാരാളമായിട്ട് വരാൻ സാധ്യത, ദൂരയാത്രയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ആത്മീയ ജീവിതം നയിക്കാനുള്ള ചില യോഗങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും എന്നുള്ളതല്ല, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുകൾക്ക് അത് പഠിക്കാനും ബ്രഹ്മചര്യ വ്രതം എടുക്കാനും തീർത്ഥാടനം ചെയ്യാനൊക്കെയുള്ള യോഗങ്ങൾ മീനമാസത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പിന്നെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകും. മോശമായ സൗഹൃദങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നല്ലതൊക്കെ നിലനിൽക്കും, മോശമുള്ളത് നഷ്ടപ്പെടും. അത് നല്ല കാര്യമാണ്. അങ്ങനെ ചില കാര്യങ്ങളാണ് മീനമാസത്തിൽ മകരക്കുറുകാർക്ക് കാണുന്നത്. അപ്പോൾ ഈ മോശ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ചിലരെങ്കിലും ചിന്തിക്കും. അത് നമ്മളിലെ ചില സ്വഭാവ ദൂഷ്യങ്ങളാവാം, അല്ലെങ്കിൽ നമുക്ക് നല്ലതല്ലാത്ത ഒരു ബന്ധമാവാം, നമുക്ക് നല്ലതല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആവാം, അതായത് ഒരു വസ്തുവാവാം. അത്തരം കാര്യങ്ങളൊക്കെ മാറിയിട്ട് നല്ലത് നമ്മളിലേക്ക് വരുന്ന ഒരു സമയമാണ്. അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം. കാരണം നല്ല യോഗമുള്ള സമയത്ത് നല്ലതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. മോശം കാലത്ത് നല്ല പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. അഥവാ എന്തെങ്കിലും നല്ല കാര്യത്തിന് ശ്രമിച്ചാൽ തടസ്സമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എല്ലാ കാലവും നമുക്ക് നല്ലതാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഈ സമയത്ത് നല്ലത് സ്വീകരിക്കാൻ പറ്റിയൊരു സമയമാണ്. ഇനി മീനം 15-ന് ശനി മാറും. അപ്രകാരം ശനിമാറ്റം സംഭവിക്കുന്ന സമയത്ത് 7 ശനി ഈ നക്ഷത്രക്കുറുകാർക്ക് പൂർണ്ണമായിട്ടും കഴിയുകയാണ്. 7.5 വർഷക്കാലത്തെ കഷ്ടകാലം നമ്മൾ പറയും. നല്ല കാലം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് പരീക്ഷണങ്ങളും മനോദുഃഖങ്ങളും ഒക്കെ ഈ കാലയളവിൽ ഉണ്ടാകും. എല്ലാവർക്കും അല്ല, 90% ആളുകൾ, 10% ആളുകൾക്ക് ഇതൊന്നും ബാധിക്കില്ല. കാരണം അവര് ജന്മം കൊണ്ട് വളരെ ഭാഗ്യമുള്ള ആളുകളാണ്. നഷ്ടമുണ്ടാകും, പക്ഷെ അവർക്ക് അതിനേക്കാൾ കൂടുതൽ ലാഭമുള്ളത് കൊണ്ട് ആ നഷ്ടം ആ ലാഭത്തിൽ തീർന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മകരക്കൂറുകാർക്ക് എന്തുകൊണ്ടാണ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, മകരക്കൂറിന് ഇപ്പോൾ ദേവദൃഷ്ടിയുള്ള സമയമാണ്. വ്യാഴം ഇടവത്തിൽ അഥവാ 5-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മകരക്കൂറിന് വളരെ ഈശ്വരാധീനമുണ്ട്. അതുകൊണ്ടാണ് 7 ശനി ഇവരെ ബാധിക്കില്ല എന്ന് പറയുന്നത്. അത് മാറാൻ പോവുകയാണ്. അപ്രകാരം ദോഷസമയം മാറുകയും ഈശ്വരാധീനം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവായിട്ടാണ് മീനമാസം കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും നന്മകൾ ഉണ്ടാകും. ഒരുപക്ഷെ മുൻപ് ചെയ്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും ശുഭഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ചില പരീക്ഷകളൊക്കെ എഴുതിയിട്ട് നമ്മൾ കാത്തിരിക്കും ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം നല്ല സമയമാണ്. അവർക്ക് ശുഭഫലങ്ങളായിരിക്കും കൂടുതലും വരാൻ സാധ്യത. പരീക്ഷയൊന്നും നമ്മൾ എഴുതി ശരിയായില്ല എങ്കിലും അത് ജയിക്കും എന്നുള്ളതല്ല, ഒരു പരിധിവരെ ഭാഗ്യമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ശുഭഫലങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കാം. കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് സ്പീഡാക്കും, ചില സമയത്ത് ചില ആളുകളുടെ കാര്യങ്ങൾ കൂടുതൽ പറയും, ചില ആളുകളെ കുറിച്ച് ഒട്ടും പറയില്ല എന്നുള്ളതൊക്കെ. അതിന് പല കാരണങ്ങളുണ്ട്. അത് ഇതുപോലെയാണ്, കുറെ പറഞ്ഞു വരുമ്പോൾ മടുക്കും എന്നുള്ളത് കൊണ്ടാണ്. മൊത്തം പറഞ്ഞു തീരില്ല. ഇപ്പോൾ നമ്മൾ പതുക്കെ പറഞ്ഞു. എത്ര സമയം എടുത്തെന്ന് നോക്കാം. സാധാരണ വീഡിയോസുകൾ ഇത്ര സമയം എടുക്കില്ല, 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും വേഗത്തിൽ പറഞ്ഞു പോയിട്ടുള്ളത്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പതുക്കെ സംസാരിക്കാനാണ്. അങ്ങനെ അത് ദേവകഥകളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇതങ്ങനെയല്ലല്ലോ.
എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. വീടിന്റെ കാര്യം, സന്താന കാര്യം, സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാവും, വിദേശത്ത് പോകുന്ന ആളുകളുണ്ടോ, അവർക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുമോ, തടസ്സമുണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇതാണ് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അധികം പറഞ്ഞ് അവർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ അത് കേൾക്കാനുള്ള മനസ്സുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെയാണ്, ഓരോ ആളുകൾക്ക് അവരവരുടെ പ്രശ്നങ്ങൾ പറയുന്നതാണ് കേൾക്കാൻ ഇഷ്ടം. അവർ നോക്കുന്നത് അവരുടെ പ്രശ്നം ഇതിനകത്ത് പറയുന്നുണ്ടോ എന്നുള്ളതായിരിക്കും. ഇപ്പോൾ പ്രണയമുള്ള ആളുകൾ ചിന്തിക്കുന്നത് പ്രണയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതായിരിക്കും അവരുടെ നക്ഷത്രം പറയുന്ന സമയത്ത്. വിദേശത്ത് പോകുന്ന ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കാര്യങ്ങൾ ചിന്തിക്കും. വീടെടുക്കുന്ന ആളുകൾ വീടുമായി ബന്ധപ്പെട്ട് നല്ലതാണോ, ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നൊരു കാര്യം നല്ലതാണോ എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പക്ഷെ അതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. ഇതെന്തിനാ ഇതൊക്കെ പറയുന്നതെന്നായിരിക്കും അവർ ചിന്തിക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയാണ് കേട്ടോ ഇതിലൂടെ ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഭാഷയുടെ രീതിയൊക്കെ മാറ്റം ഉണ്ടാവും. ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഭാഷാ രീതികൾ മാറുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. പരമാവധി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുകയാണ്. മകരക്കൂറുകാർക്ക് മീനമാസത്തിൽ ദോഷഫലങ്ങളേ ഇല്ല. ഏഴശിനി തീരാൻ പോകുമല്ലേ, അതോട് തീർന്നു കഴിഞ്ഞാൽ ഇവർ രക്ഷപ്പെടും, ഉറപ്പാണ്. പിന്നെ മീനമാസം കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കാം കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ആ സമയത്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകും. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെയാണ്. അവിട്ടത്തിന്റെ അവസാനത്തെ 30 നാഴിക, ചതയം, ഉരുരുട്ടാതിന്റെ ആദ്യത്തെ 45 നാഴിക. ഈ നക്ഷത്രക്കൂറുകാർക്ക് മഹാഭാഗ്യയോഗം വരാൻ പോകുന്നു. ജന്മശനി മാറാൻ പോകുന്നു മീനം 15-ന്. പിന്നെ ധനപുരോഗതിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ ചിലപ്പം ചിന്തിക്കും ധനപുരോഗതി എന്ന് പറയുന്നതല്ലാതെ നമ്മുടെ ഒന്നും ജീവിതത്തിൽ ധനപുരോഗതി ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ധനപുരോഗതി ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ല, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ. കാരണം ഒരു വർഷം മുൻപുള്ള ഒരു അവസ്ഥയും ഇപ്പോഴുള്ള അവസ്ഥയും എടുത്ത് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരുപക്ഷെ പൈസയായിട്ട് നമ്മുടെ കയ്യിൽ അധികം ഇല്ലെങ്കിലും കർമ്മതലത്തിൽ അതൊക്കെ പല രീതിയിൽ നമ്മുടെ കൂടെ ഉണ്ടാകും. വാഹനമായിട്ടോ വീടായിട്ടോ നമ്മൾ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അസറ്റ് നമ്മൾ പറയും, ഒരുപാട് സേവിങ്സ് എന്ന് പറയും, അത് നമുക്കുണ്ടാവും. അതൊന്നും ആളുകൾ ധനവിരോധിയായിട്ട് കണക്കാക്കില്ല. എല്ലാവരും ചിന്തിക്കുന്നത് എവിടെന്നെങ്കിലും പെട്ടെന്നൊരു ലോട്ടറി അടിച്ച് കിട്ടുന്ന പണത്തെക്കുറിച്ചാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപൂർവം ആളുകൾക്ക് സംഭവിക്കും. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ കുംഭക്കൂറുകാർക്ക് പക്ഷെ അതിനൊരു സാധ്യതയുണ്ട്. കാരണം 2ാം ഭാവത്തിൽ ശുഭഗ്രഹം സഞ്ചരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം, പ്രത്യേകിച്ച് ധനഭാഗ്യം ഉണ്ടാകുക. ശുക്രൻ 2-ലാണ് സഞ്ചരിക്കുന്നത്. അതോടൊപ്പം ജന്മശനി മാറുമ്പോൾ അവരവരുടെ കർമ്മദോഷങ്ങൾ മാറും എന്നുള്ളതാണ്. കർമ്മദോഷം മാറിക്കഴിഞ്ഞാൽ ഭാഗ്യം പെട്ടെന്ന് സിദ്ധിക്കും. അങ്ങനെ ഒരു യോഗമാണ് കുംഭക്കൂറുകാർക്ക് കാണുന്നത്. ദേവപ്രീതി ഉണ്ട്, ഇവരുടെ വീട്ടിൽ വളരെ ദേവപ്രീതിയുള്ള ആളുകളാണ്. എന്നാൽ വ്യക്തിപരമായിട്ട് വളരെ കഷ്ടപ്പാടുമാണ്. അതാണ് ശരിക്കും നക്ഷത്രഫലത്തിലൂടെ കാണുന്നത്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത്. വളരെ പ്രാർത്ഥനയുണ്ട്, വീട്ടിലൊക്കെ വളരെ ഈശ്വരാധീനമൊക്കെ ഉണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളിലും തടസ്സം ഉണ്ടാകുക. അതും ചില കാരണങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ജന്മശനി നടക്കുന്ന സമയം എന്നുള്ളത്. മീനം 15-ന് ജന്മശനി മാറും. അപ്പൊ ആ ദോഷം തീർന്നു. പിന്നെ മീനം 15-ന് ശേഷം 2.5 വർഷം കൂടി ഏഴശനിയുടെ സമയം ഇവർക്കുണ്ട്. അതായത് ഏഴശനി തീരാൻ വേണ്ടി പോകുന്ന കാലയളവാണ്. എന്നാൽ ആ സമയത്ത് വലിയ ദോഷങ്ങളൊന്നും ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. മാത്രമല്ല ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. മീനമാസത്തിൽ വളരെ നല്ല ഫലങ്ങളാണ് ഈ നക്ഷത്രക്കൂറുകാരെ കാത്തിരിക്കുന്നത്. സങ്കടങ്ങൾ കുറയും, ആരോഗ്യ കാര്യങ്ങളിലുള്ള പ്രയാസങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. മീനം 15-ന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ വരും. അതൊക്കെ അനുഭവിക്കാൻ യോഗഭാഗ്യങ്ങൾ ഈ സമയത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുക. സങ്കടങ്ങൾ കുറഞ്ഞിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ജന്മശനി കാലത്ത് ഒരുപാട് സങ്കടം ഉണ്ടാവും. പല ആളുകളും മനോവിഷമങ്ങൾ കൊണ്ട് ശുഭഫലങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. അതായത് സങ്കടം കൂടുന്ന സമയത്ത് ഐശ്വര്യം കുറയും, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നുള്ളതാണ്. മനോനിയന്ത്രണം വേണം. എന്നാൽ ജന്മശനി കാലത്ത് അത് വളരെ കുറവായിരിക്കും. പിന്നെ വേഗത കുറയും. പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ചാലും ചെയ്യാൻ പറ്റാണ്ട് വരിക. ചില ആളുകളുടെ ജാതത്തിൽ ശനിയുടെ സാന്നിധ്യം ഗുണകരമാണെങ്കിൽ വളരെ കരുത്തുറ്റ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കും. ഏതൊരു കാര്യവും ദൃഢനിശ്ചയത്തോട് ചെയ്യും. ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ഇങ്ങനെയൊക്കെ ശനിക്ക് സ്വഭാവങ്ങളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ശനിയുടെ സാന്നിധ്യം അശുഭസ്ഥാനത്താണെങ്കിൽ അത് ശുഭകരമല്ലാതെ വരും. അതായത് വേഗത കുറയുക, പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരിക, കള്ളം പറയേണ്ടി വരിക. ആദ്യത്തെ രീതിയിലാണെങ്കിൽ നിയമം അനുസരിക്കുന്നവരും സത്യസന്ധത പാലിക്കുന്നവരുമായിരിക്കും. എന്നാൽ ശനി അശുഭസ്ഥാനത്തായി കഴിഞ്ഞാൽ സത്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പറയാൻ സാധിക്കാതെ വരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പല ആളുകളും അവരവരുടെ ജാതകത്തിലെ പല കാര്യങ്ങളും പൊതുവായിട്ട് എഴുതി ചോദിക്കാറുണ്ട്. പക്ഷെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് നേരിട്ട് വിളിക്കുന്നതാണ് കൂടുതൽ ശുഭകരം. കാരണം വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് പൊതുവായിട്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായിരുന്നാലും
മീനമാസത്തില് സാമ്പത്തിക പുരോഗതി ഈ നക്ഷത്രക്കൂറുകാർക്കുണ്ട്. അത് ഭാഗ്യരൂപേണയാണ് വരുന്നത്. ഈ നക്ഷത്രക്കൂറുകാരുടെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ചില സമയമായിട്ട് മീനമാസത്തിലെ ചില ദിനങ്ങൾ മാറും. അത് അനുഭവിക്കാൻ യോഗം ഇവർക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ വ്യാഴത്തിന്റെ രാശിമാറ്റം വന്നാൽ ഇവർക്ക് ശുഭഫലമാണ് ഉണ്ടാകുക. അതുകൊണ്ട് ദോഷഫലങ്ങൾ ഒട്ടുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. മീനമാസത്തില് വിവാഹം, വീട്, സന്താനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും സന്തോഷ അനുഭവങ്ങളാണ് കാണുന്നത്. മാത്രമല്ല ദേശം വിട്ട് സഞ്ചരിക്കാനുള്ള യോഗങ്ങളും ഈ മാസത്തിൽ കാണുന്നു. ഇനി നമുക്ക് മീനക്കൂറുകാരെ കുറിച്ച് പറയാം. നമുക്കറിയാം, മീനക്കൂറുകാരുടെ നക്ഷത്രഫലമായിരിക്കും ഏറ്റവും കൂടുതൽ ശുഭകരമായി വരാൻ സാധ്യത. കാരണം ചതുർഗ്രഹ യോഗം മീനൻ രാശിയിൽ മീനമാസത്തിൽ നടക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശുഭഗ്രഹമായിരിക്കുന്ന ശുക്രനും ബുധനും ഈ നക്ഷത്ര രാശിയിലൂടെ ഇപ്പൊ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. പൊതുവില് മീനമാസം 15 വരെ ജന്മശനി ഇല്ല. പക്ഷെ മീനം 15 ശേഷം ജന്മശനി തുടങ്ങും. അപ്രകാരം മീനം 15 വരെ കൂടുതൽ ശുഭഫലങ്ങളും, മീനം 15 ശേഷം മീനം 30 വരെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. ആരോഗ്യകാര്യങ്ങൾ മാത്രമല്ല, ഇവർ ചെയ്യുന്ന കർമ്മത്തിൽ പിഴവുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. സത്യസന്ധതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകണം. മറ്റു രീതിയിൽ പറഞ്ഞാൽ, സത്യം ചെയ്യുന്ന ആളുകൾക്ക്, നന്മ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ശുഭഫലങ്ങളായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുക. പക്ഷെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. എന്നാൽ അസത്യം ചെയ്താൽ, അശുഭ കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വളരെ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് ഇവർ പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നില്ല. എന്തായിരുന്നാലും നിയമരംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ കൂടുതൽ ഗുണാനുഭവങ്ങൾ കാണുന്നു. കലാരംഗത്താണ് ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അതുപോലെ സർപ്പസാന്നിധ്യവും കൂടി ഈ നക്ഷത്രരാശിയിൽ ഉള്ളത് കൊണ്ട് എല്ലാ മേഖലയിലും അറിയപ്പെടാൻ കഴിയും. പ്രശസ്തരാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുന്നൊരു കാലയളവാണ്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് വളരെ ശോഭിക്കാൻ കഴിയും. മീനമാസം ഈ നക്ഷത്രക്കൂറുകാരുടെ ഭാവി ജീവിതത്തിലേക്കുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ, തൊഴിൽപരമായ ഉയർച്ച, ജീവിത പുരോഗതിയൊക്കെ ഉണ്ടാകുന്നൊരു മാസമാണ്. എന്നാൽ ജന്മശനി വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ദോഷഫലങ്ങൾ ഇല്ലാതിരിക്കാനുള്ള പ്രാർത്ഥന ചെയ്താൽ ശാരീരിക ക്ലേശങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതായിട്ട് കാണാം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ മീനമാസത്തിലെ ശുഭഫലങ്ങളെക്കുറിച്ചാണ് ഇതിലൂടെ പറഞ്ഞത്. അതിൽ കുറച്ച് ഭാഗ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ധനപുരോഗതി ഉണ്ടാവുന്ന ഏതാനും നക്ഷത്രക്കൂറുകാരെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ നക്ഷത്രക്കാരെ കുറിച്ചും കഴിയുന്ന കാര്യങ്ങൾ ഇതിലൂടെ സൂചിപ്പിച്ചു. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ, സമ്പൽ സമൃദ്ധിയോട് കൂടിയ, ഐശ്വര്യം നിറഞ്ഞ ഒരു മാസമായിട്ട് മീനമാസം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി നമുക്ക് വിഷുവൊക്കെ വരുന്നുണ്ട്. മീനം കഴിഞ്ഞാൽ മേടം ഒന്ന് തുടങ്ങും. വിഷുഫലമൊക്കെ താമസിയാതെ വരും. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തർ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ സപ്പോർട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.